ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 140-ാം ഭാഗത്തിൽ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. കമലിൻ്റെ സംവിധാനത്തിൽ ചിയേഴ്സിൻ്റെ ബാനറിൽ മോഹൻലാൽ, കൊച്ചുമോൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് 1987 ജൂലൈ 3 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ഈ ചിത്രത്തിൻ്റെ വിതരണം ഏറ്റെടുത്തത് സെഞ്ച്വറി ഫിലിംസാണ്. മോഹൻലാൽ, കാർത്തിക, തിലകൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. കമലിൻ്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയത് ജോൺ പോളാണ്. ഛായാഗ്രഹണ എസ് കുമാറും എഡിറ്റിംഗ് കെ നാരായണനും നിർവഹിച്ച ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഔസേപ്പച്ചൻ്റേതാണ്. വാണിജ്യപരമായി വൻ വിജയം നേടിയ ഈ ചിത്രത്തിലെ ആലാപനത്തിന് യേശുദാസിന് മികച്ച പ്ലേബാക്ക് സിംഗറിനുള്ള ദേശീയ അവാർഡും ആ വർഷം ലഭിക്കുകയുണ്ടായി. ബിച്ചു തിരുമല രചിച്ച ഗാനങ്ങൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. കെ.ജെ. യേശുദാസ്, അമ്പിളി എന്നിവർ ആലപിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ വൻ ഹിറ്റുകളായി ഇന്നും നിലനിൽക്കുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ എന്ന ഗാനവും, വാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരു കൊണ്ടു കളി വീടുമേയും ഓലപ്പിലാകെ നനു വാഴപ്പൂങ്കിളികൾ എന്ന ഗാനവും, പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു ലോകം എന്ന ഗാനവും ഈ ചിത്രത്തിലേതാണ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങൾ: എബിയായി മോഹൻലാൽ, വികാരിയച്ഛനായി തിലകൻ, ഔസേപ്പച്ചനായി ഇന്നസെൻ്റ്, തോമസ് അബ്രഹാമായി MG സോമൻ, പോലീസ് ഇൻസ്പെക്ടറായി ജനാർദ്ദനൻ, യോഹന്നാനായി യദു കൃഷ്ണൻ, തോമസ് എബ്രഹാമിൻ്റെ ഭാര്യയായി വത്സല മേനോൻ, ആനിയായി കാർത്തിക, കുഞ്ഞന്നമ്മയായി സുകുമാരി, സ്ട്രീറ്റ് പെർഫോമറായി ചന്ദ്രാജി, പോലീസായി വിജയ് തമ്പി, കുഞ്ഞാപ്പിയായി രാജൻ പടൂർ, കൂടാതെ മാമുക്കോയയും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. മോഹൻലാൽ മലയാള സിനിമയിൽ കത്തിജ്വലിച്ച് നിന്ന സമയത്താണ് ഈ ചിത്രം ഇറങ്ങുന്നത്. മോഹൻലാലിൻ്റെ ഉജ്ജ്വല പ്രകടനം പ്രേക്ഷകരുടെ മനസ്സുകളിൽ മോഹൻലാലിനോടുള്ള ഇഷ്ടം ഒന്നുകൂടി ഉറപ്പിക്കുവാൻ സഹായിച്ചു. ഒരു കൂട്ടം അനാഥ കുട്ടികളുടെ സംരക്ഷകനായ ഒരു യുവാവായാണ് മോഹൻലാൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരാട്ടിടയൻ തൻ്റെ ആട്ടിൻകുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ എബി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ തോന്നുമായിരുന്നു. സ്ട്രീറ്റ് മാജിക് നടത്തിയും മറ്റുമാണ് എബിക്കുമുള്ള ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്ന രീതിയിൽ കുട്ടികളെയും കൊണ്ട് എബി സഞ്ചരിക്കുകയും കുറച്ച് ദിവസം മാത്രം ഒരു സ്ഥലത്ത് തങ്ങുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിൽ വന്നെത്തിയപ്പോഴാണ് തങ്ങളോട് കരുണ കാണിക്കുന്ന ആ പള്ളിയിലെ പുരോഹിതനെ പരിചയപ്പെടുന്നത്. ഏതോ സമ്പന്ന വീട്ടിൽ ജനിച്ച എബിയെ ഒരു തെരുവ് കലാകാരൻ വീടിന് മുന്നിൽ നിന്നും കുഞ്ഞുപ്രായത്തിൽ തട്ടിക്കൊണ്ടുപോയതാണ് എബിയെ. അയാളുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടോടുന്നതിനിടയിലാണ് തോമസ് എബ്രഹാം എബിയെ കാണുന്നത്. ഭാര്യയുമായി പിണങ്ങി ഏകാന്ത ജീവിതം നയിച്ചിരുന്ന തോമസ് എബ്രഹാം എബിയെ ഏറ്റെടുത്ത് മകനായി തന്നെ വളർത്തുകയായിരുന്നു. എബിയുടെ കോളേജ് പഠനകാലത്ത് അപ്രതീക്ഷിതമായി തോമസ് എബ്രഹാം മരിക്കുന്നു. പിണങ്ങിപ്പോയിരുന്ന തോമസിൻ്റെ ആദ്യ ഭാര്യ മടങ്ങിവന്ന് അയാളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും എബിക്ക് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്യുന്നു. അങ്ങനെ അലഞ്ഞു നടക്കുന്നതിനിടയിൽ കൂടിയ അനാഥ കുഞ്ഞുങ്ങളാണ് അവനൊപ്പം ഉള്ളത്. അവരെ അയാൾ സ്വന്തം കുഞ്ഞുങ്ങളായി തന്നെ കാണുന്നു. അവർ എൻ്റെ മക്കളാണച്ചോ എന്ന് ഫാദറിനോട് എബി പറയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലും എവിടെയോ അത് ഒരു നോവായി സ്പർശിക്കുന്നു. എബിയുടെ കഥ കേൾക്കുകയും അവനെക്കുറിച്ച് അറിയുകയും ചെയ്ത പുരോഹിതൻ എബിയെ സ്നേഹിക്കുകയും അവനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അവന് അവിടെ താമസിക്കുവാൻ ഒരു വീട് കെട്ടാനുള്ള സ്ഥലവും സഹായവും ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ സന്തോഷമായി ജീവിതം ആരംഭിക്കുന്നു. പുരോഹിതൻ്റെ നിർദ്ദേശപ്രകാരം കുട്ടികളെ സ്കൂളിൽ പഠിക്കാൻ അയക്കുകയും ചെയ്യുന്നു. ഈ അച്ഛൻ സാമ്പത്തികമായി സഹായം ചെയ്യുന്നത് എടുത്ത് ഉപജീവനത്തിനായി ആടുകളെയും കോഴികളെയും ഒക്കെ വളർത്താനും
ഉള്ള ഫാം തുടങ്ങുകയും ചെയ്യുന്നു. ആ സമയത്താണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പുരോഹിതൻ്റെ ഒരു ബന്ധുവായ ആനി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആനിയെ എബിയുമായി പ്രണയത്തിലാവുകയും കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ ആനി സഹായിക്കുകയും ചെയ്യുന്നു. അവർ സ്കൂളിൽ ഒന്നാമതായി മാർക്ക് വാങ്ങുകയും സ്കൂളിൽ എല്ലാത്തിനും മുന്നിലെത്തുകയും ചെയ്തത് എബിയെയും ആനിയെയും സന്തോഷിപ്പിച്ചു. എബിയുടെ വളർത്തച്ഛനായ തോമസ് എബ്രഹാമിൻ്റെ ചരമവാർഷികത്തിന് പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആനിയോടും അച്ഛനോടും കുഞ്ഞുങ്ങളോടുമൊക്കെ അടുത്ത ദിവസം വരാം എന്ന് പറഞ്ഞ് പട്ടണത്തിലേക്ക് പോയ എബിക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ച് എത്താൻ സാധിച്ചില്ല. അവിടെ വച്ച് ബോധമില്ലാതെ വീണ എബിയെ ആളുകൾ ഹോസ്പിറ്റലിലെത്തിക്കുകയും ഹോസ്പിറ്റലിലെ ടെസ്റ്റുകളിലൂടെ എബി താനൊരു ഹൃദ്രോഗിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഹൃദ്രോഗിയാണെന്ന് മാത്രമല്ല, അത് അപകടമായ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ എബി മാനസികമായി തളരുന്നു. കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം എന്താകും എന്ന ഒരു വിഷമം എബിക്ക് മനസ്സിലുണ്ടായിരുന്നു. അച്ഛൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു എങ്കിലും അച്ഛൻ അവരെ സംരക്ഷിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടാവും. അതുകൊണ്ട് തന്നെ മുൻപ് അച്ഛൻ അവരെ അനാഥാലയത്തിലാക്കാൻ പറഞ്ഞപ്പോൾ എതിർത്തിരുന്ന എബി അച്ഛനോട് തന്നെ ആവശ്യപ്പെടുന്നു ഇവരെ അനാഥാലയത്തിൽ അവരുടെ ഭാവി ജീവിതം ഓർത്തിട്ട് അവരുടെ ഭാവി എന്താകും എന്ന ചിന്തയിൽ അനാഥാലയത്തിലാക്കാം എന്ന് ആവശ്യപ്പെടുകയും അവരെ അനാഥാലയത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ആനി സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ എത്തിച്ചത്. എബിയുടെ രോഗവിവരം എബി അച്ഛനെ മാത്രമേ അറിയിച്ചിരുന്നുള്ളൂ. പക്ഷേ ആനി അച്ഛനിലൂടെ വിവരം അറിയുകയും ആനി ആകെ തകർന്നു പോവുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ അനാഥാലയത്തിലാക്കിയതിന് എബിയെ വഴക്ക് പറയുകയും ചെയ്യുന്നു. അന്ന് രാത്രി കുട്ടികൾ തൻ്റെ പേര് വിളിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് എബി കണ്ണടയ്ക്കുന്നു. അടുത്ത ദിവസം അനാഥാലയത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ വിളിച്ച് എബിക്കടുത്തെത്തുന്ന ആനിയും പുരോഹിതനും കാണുന്നത് ജീവൻ പറന്നുപോയ എബിയുടെ ശരീരമാണ്. പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും നോവായി നിലനിൽക്കുന്ന ഒരു കഥാപാത്രമായി എബി നിറഞ്ഞു നിൽക്കുന്നു. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.